ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ലോ ഓഫ് അട്രാക്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ലൈഫിൽ ശ്രദ്ധ കൊടുക്കേണ്ട 5 മേഖലകളെക്കുറിച്ചാണ്. നമ്മുടെ സന്തോഷകരമായ ജീവിതത്തിന് നമുക്ക് ഈ പറയുന്ന 5 മേഖലകളിൽ വളരെ അധികം ഫോക്കസ് ഉണ്ടായിരിക്കണം. ഇനി മുന്നോട്ട് വരുന്ന എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ 5 മേഖലകളെ ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കും. ഇവിടെ ഒന്നാമത്തെ കാര്യമായി പറയുന്നത് ആരോഗ്യമാണ്, ഹെൽത്ത്. നമ്മൾ ഇതുവരെ നമ്മുടെ ആരോഗ്യത്തിന് കാര്യമായ ശ്രദ്ധ കൊടുത്തിട്ടില്ലെങ്കിൽ ഇനി മുതൽ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ കൂടി ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഇനി മുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനായിട്ട് നമുക്ക് പുതിയ വ്യായാമ രീതികൾ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമങ്ങളിൽ മാറ്റം വരുത്താം. അങ്ങനെ ഏത് രീതിയിലാണോ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നിങ്ങൾ എഴുതി വയ്ക്കണം. എന്നിട്ട് ആ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കണം. രണ്ടാമത്തെ കാര്യമാണ് സമ്പത്ത്, വെൽത്ത്. ഒരു ചുരുങ്ങിയ കാലയളവിൽ സമ്പത്തിൻ്റെ മേഖലയിൽ നിങ്ങൾക്ക് എന്തെല്ലാമാണ് നേടേണ്ടത് എന്നതിനെക്കുറിച്ച് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് എന്താണ് നേടേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആദ്യം തന്നെ വ്യക്തത വരികയാണെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ജേർണിയും വളരെ ഈസി ആയിരിക്കും. എന്തൊക്കെയാണ് നിങ്ങൾക്ക് 6 മാസം കൊണ്ട് നേടേണ്ടത്, വരുന്ന 5 വർഷത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാമാണ് നേടേണ്ടത്, 10 വർഷത്തിൽ നിങ്ങൾ എന്തെല്ലാമാണ് നേടേണ്ടത് എന്നിങ്ങനെ വളരെ കൃത്യമായി അതിനെ നിർണ്ണയിക്കുക. ഇതിൽ മൂന്നാമത്തെ കാര്യമാണ് കരിയർ. നിങ്ങൾ ഏത് മേഖലയാണ് തൊഴിലായി തിരഞ്ഞെടുക്കാനായി ഉദ്ദേശിക്കുന്നത്, ആ മേഖലയിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എന്തിനാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്, ആ പ്രവർത്തനത്തിന് നിങ്ങൾക്ക് എത്രയാണ് വേതനമായി ലഭിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി നിങ്ങൾ ചിന്തിക്കുക, അതിനെ എഴുതി വയ്ക്കുക. ഇനി നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ ബിസിനസ് എന്ത് ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആ ബിസിനസ്സിൽ നിന്നും നിങ്ങൾ എന്താണ് നേടാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തത ഉണ്ടായിരിക്കണം. നാലാമത്തെ കാര്യം റിലേഷൻഷിപ്സ് അഥവാ ബന്ധങ്ങൾ. നിങ്ങളുടെ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം? നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ആ ബന്ധങ്ങളെ എങ്ങനെ നിങ്ങൾക്ക് പ്രശ്നമില്ലാത്തതാക്കി മാറ്റാം? നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിബന്ധമാണ് മറ്റു വ്യക്തികളുമായി നിലനിർത്താനായി ഉദ്ദേശിക്കുന്നത്? എല്ലായ്പ്പോഴും നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി ആലോചിക്കുക, അത് എഴുതി വയ്ക്കുക. അഞ്ചാമത്തെ കാര്യം ആത്മീയതയാണ് അഥവാ സ്പിരിച്വാലിറ്റി. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കാൻ അല്ലെങ്കിൽ അതിനെ വൃത്തിയായി സൂക്ഷിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകളെല്ലാം ഈ പറയുന്ന ആത്മീയതയുടെ കാറ്റഗറിയിൽ വരും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സെപ്പോഴും ശാന്തമായിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്, ഏതെല്ലാം പ്രാർത്ഥനാ രീതികൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ശാന്തമാകുന്നത്, മനസ്സ് സന്തോഷമാകുന്നത്? മെഡിറ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണോ, അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് കടക്കാനായി ശ്രമിക്കുന്നുണ്ടോ എന്നിങ്ങനെ അതിനെക്കുറിച്ചും വളരെ വിശദമായി ആലോചിക്കുക. ശേഷം അതെല്ലാം സമയബന്ധിതമായി എഴുതി വയ്ക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 5 മേഖലകളിലുള്ള ഓരോ കാര്യത്തെയും സമയബന്ധിതമായി തന്നെ വേണം നമ്മൾ എഴുതാൻ. എന്നിട്ട് അതിനായി പ്രവർത്തിക്കുക. ഈ പറഞ്ഞ 5 മേഖലയിലുള്ള ഓരോ വിജയങ്ങളും നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കും. അത് നമ്മുടെ ജീവിത നിലവാരത്തെ ഉയർത്താനും സഹായിക്കും. ഇനി വരുന്ന വീഡിയോയിൽ എങ്ങനെയാണ് ഗോൾസ് സെറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോസ് കൂടി ഒന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.